ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലം പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. സെറാഡുറ പുഡിംഗ് എന്നാണ് ഇതിൻ്റെ പേര് പോലെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് വെറും 5 മിനിറ്റേ വേണ്ടുള്ളൂ. പിന്നെ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്കും കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലം പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു സെറാഡുറ പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം എന്ന് പറയുന്നത് ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ മാരിഗോൾഡ് ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു പുഡിങ്ങിൻ്റെ ഒറിജിനൽ റെസിപ്പി എന്ന് പറയുന്ന മാരിഗോൾഡ് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് പൊതുവേ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാതെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. പക്ഷേ ഒറിജിനൽ റെസിപ്പി ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഞാൻ ചെയ്യുന്ന രീതിക്ക് തന്നെ ചെയ്യണേ. അടുത്തത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഡയറക്റ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു പുഡിങ്ങിന് ബിസ്ക്കറ്റിന് ഒരളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര പുഡിങ് ആവശ്യമുണ്ട് അതിനനുസരിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണേ. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തത് ഈ ഒരു സെറാഡുറയിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണേ. ഇനി നമുക്ക് ഈ ഒരു ക്രീമിനെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിലോ ഒന്ന് ഹൈയിലേക്ക് മെല്ലെ മെല്ലെ ആക്കിയിട്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് സ്പീഡ് കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം, മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1/3 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക, കാരണം 1 കപ്പ് നമ്മൾ ക്രീം എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മധുരം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ അത്ര ഓവർ മധുരം ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രം കുറച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലൂസാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൽ വാനില എസൻസ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1-2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഒട്ടും നിർബന്ധമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രീം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സെറാഡുറ പുഡിംഗ് റെഡിയാക്കുന്നത് ഇതുപോലൊരു ഗ്ലാസ്സിലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഇതുപോലെ പുഡിങ്ങിൻ്റെ ട്രേ ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തും എടുക്കുക കേട്ടോ, ഏതിലായാലും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെയറായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ, എന്തെങ്കിലും പാർട്ടിക്കൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത്. അങ്ങനെ ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കവറിലാക്കിയിട്ട് ജസ്റ്റ് ഒരു പൈപ്പിംഗ് ബാഗ് പോലെ ആക്കിയിട്ടാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയിലൊന്നും ആക്കിയെടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് പൗഡർ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ ഫസ്റ്റ് ലെയറായിട്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ബിസ്ക്കറ്റ് മതി, ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. ഇനി അടുത്തത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചില്ലേ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം കുറച്ചൊരു അധികം ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കഴിക്കുന്ന സമയത്ത് മിക്സ് ആക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ കവറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടൊന്നും വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഡയറക്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താലും മതി. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ സെറാഡുറ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലല്ലേ. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സിൽ നിറയുന്ന വരെ നിങ്ങൾക്ക് എത്ര ലെയർ ചെയ്തെടുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ചെയ്തെടുക്കുക. സിമ്പിളല്ലേ, ഇതേ ഉള്ളൂ കേട്ടോ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്ന ഈ ഒരു പുഡിങ്ങിന്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയറും ആയി, കാണാൻ നല്ല മൊഞ്ചില്ലല്ലേ. അപ്പോൾ നമ്മുടെ തേർഡ് ലെയറും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ 2 ഗ്ലാസ്സിലും പുഡിങ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൗഡർ കുറച്ചൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അവർ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം, നിർബന്ധമൊന്നുമില്ല കേട്ടോ.
എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തതോ പിസ്ത കട്ട് ചെയ്തതോ എന്താണോ കയ്യിലുള്ളത് അതെന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല, പക്ഷേ കടിക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് കുറച്ചൊരു കാണാൻ നല്ല ഭംഗിയുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സെറാഡുറ പുഡിങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ ഒരു 1/4 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു 4 ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ട്രേയിൽ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കാണാനുള്ള മൊഞ്ച് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചും ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്നൊരു എന്താ പറയുക ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സമയം ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു തണുപ്പ് മാത്രം മതി സെറ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിത് എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫോട്ടോസ് അയച്ചു തരിക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്